ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു വോൾവോയുടെ XC90 ആണ്. ഈ വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ സർവീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ സർവീസ് റീസെറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ അകത്ത് രണ്ട് ഓപ്ഷനിൽ ചെയ്യാൻ സാധിക്കുന്നു. ഒന്ന് നമുക്ക് മാനുവലായിട്ടും റീസെറ്റ് ചെയ്യാം, ഇനി ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ മാനുവലായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓട്ടോ റീസെറ്റ് നമുക്ക് ആദ്യം തന്നെ സ്കാനറിലൊന്ന് കണക്ട് ചെയ്തിട്ട് ഓട്ടോ റീസെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇതിൻ്റെ അകത്ത് സർവീസ് റീസെറ്റ് ആവുന്നതാണ്. ഇത് കണ്ടല്ലോ 15,000 ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 360 ദിവസം. അപ്പോൾ ഇനി അതേമാതിരി തന്നെ മാനുവലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിലും എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്. അതേമാതിരി തന്നെ എഞ്ചിൻ ഓയിൽ ലെവൽ നമുക്ക് മെഷർമെൻറ്റൊക്കെ നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും കറക്റ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഓയിൽ മെഷർമെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് വരുന്ന എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.6 ലിറ്റർ ആണ്, ഇൻക്ലൂഡിങ് ഓയിൽ ഫിൽറ്റർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓയിൽ ലെവൽ നമുക്ക് ഇവിടെ മെഷർമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കണ്ടല്ലോ, ഓയിൽ ലെവൽ കറക്റ്റായിട്ട് തന്നെയുണ്ട്. നമ്മളിപ്പം കൃത്യമായിട്ട് തന്നെ ഓയിൽ ഫിൽറ്റർ മാറിയതിന് ശേഷം 5.6 തന്നെയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് ഓയിൽ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ ഒരു കറക്റ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഓയിലിൻ്റെ മെഷർമെൻറ്റ് കാണിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ 70ക്ക് മുകളിലാണുള്ളത്. എപ്പോഴും എഞ്ചിൻ ഓയിൽ മെഷർമെൻറ്റ് ചെയ്യുന്നത് 70 ഡിഗ്രിക്ക് താഴെയാണ് നമുക്ക് ഓയിൽ മെഷർമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരമായി, അതുകൊണ്ട് ടെമ്പറേച്ചർ 90ക്ക് മുകളിലാണുള്ളത്. ഇതിപ്പോൾ കണ്ടല്ലോ 82-ലാണുള്ളത് എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഓയിൽ മെഷർമെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് കണ്ടല്ലോ 70 വേണം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അകത്ത് എങ്ങനെ മാനുവലായിട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഞാൻ ഒരു വേർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മാനുവലായിട്ട് റീസെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുവലായിട്ട് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് കാണിച്ചു തരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓട്ടോ ഓയിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേമാതിരി തന്നെ വളരെ ജസ്റ്റ് ഒരു 1 ക്ലിക്ക് മാത്രം മതി. അപ്പോൾ മാനുവൽ റീസെറ്റ് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട്. ഇനി ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയുടെ താഴെയായിട്ടുള്ള ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷനുകൾ കാണാം. അതിൽ കാർ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്ന ഒരു 4 സിലിണ്ടർ ഒരു ടർബോ എഞ്ചിനാണ്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ വണ്ടി തന്നെയാണ് ഈ കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.